ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമയിലാണ്. അപ്പം ട്രാഫിക്കിൻ്റെ തിരക്കഥാകൃത്തുകളായ ബോബി സഞ്ജയ്മാരിലെ സഞ്ജയാണ് എനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനർ ഇട്ട് തന്നത്. അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ സിനിമയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ആ ടൈറ്റിലിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിട്ടിരിക്കുന്നത്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ കേട്ടുകേൾവികൾ മാത്രമല്ല, സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് സിനിമയെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു കഥയുടെ ഒരു അംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കെ പറയണം എങ്കിൽ മലയാളത്തിൽ ഒരേ ഒരു റൈറ്ററേ ഉള്ളൂ, അത് ബോബി സഞ്ജയ് തന്നെയാണ്. അപ്പം നല്ലതോ ചീത്തയോ, പക്ഷെ അത് എന്തുമായിക്കട്ടെ എൻ്റെ റിസൾട്ട്. കാരണം എൻ്റെ തുടക്കത്തിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയിന്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പൊ സഞ്ജയോടൊപ്പം വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഗരുഡൻ എന്ന സിനിമ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റ് ആവുക നമുക്ക് വളരെയധികം ലാഭവും തന്നൊരു സിനിമയാണ്. അതേ ഡയറക്ടറിനൊപ്പം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ചൊപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അരുൺ വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡയറക്ടർ. സോ അരുണിനോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ക്യാമറമാൻ ആയിക്കോട്ടെ, മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും ആയിക്കോട്ടെ, അപ്പോൾ അവരോടൊക്കെ ചിലരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഒരുപാട് പുതിയ ആൾക്കാരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വളരെയധികം സന്തോഷം. സിനിമ എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആണ്. എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡബിൾ ഒപ്പീനിയൻ ഉള്ള ഒരു സിനിമ പോലും വലിയ ഹിറ്റിലേക്ക് പോകും. ആളുകളുടെ ഒപ്പീനിയന് മാത്രം അനുസരിച്ചല്ല, നെഗറ്റീവ് റിവ്യൂവിന് അനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു പറയുന്ന ഒരു മാജിക്കാണ്. ആ മാജിക്കൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്നും റിസ്ക് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പോലും ഇല്ലാത്ത ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമയല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടിട്ട് മാത്രമാണ്. കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ. കാരണം ബിസിനസ് പരമായിട്ടാണ് നമ്മളൊക്കെ 100% റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. പക്ഷെ 100% റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു 40% 50% ഒക്കെ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു, ഒരു കർഷകരായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം. ഞാൻ ഇന്നലെയാണ് സുരേഷ് ചേട്ടനെയും രഞ്ജിത്തേട്ടനെയും രാകേഷ് ചേട്ടനെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത്. വൈകിട്ടാണ് ഇവൻ വിളിച്ചത്. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടിട്ട് നമ്മുടെ അസോസിയേഷൻ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും. സോ ഇന്ന് ഇവിടെ ഞങ്ങൾ വിളിച്ചു, ഞങ്ങളുടെ ടീം വിളിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും മാജിക് ഫ്രെയിംസിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരും ഒരു പ്രാർത്ഥന ശ്രമിക്കുന്നുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. താങ്ക് യു. നമുക്കിന്നിവിടെ ക്ഷണം സ്വീകരിച്ചത് ചേർന്ന മലയാള സിനിമയുടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഇപ്പൊ നല്ലൊരു നടനയ്ക്കായി മാറി ഒരു സിനിമാ താരവും കൂടിയാണ് ഞാൻ ജി സുരേഷ് കുമാർ സാർ. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറന്ന കൈയോടുള്ള സാർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമാ രംഗം വലിയ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ഡിസ്റ്റൻസിനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു മാജിക്ക് കാണിക്കാനുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഭാവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ക്രിസ്ത്യൻ അദ്ദേഹത്തിൻ്റെ 40ാമത്തെ സിനിമയാണ്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് 40 സിനിമകൾ ക്രിസ്ത്യൻ. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്, അതൊരു മാജിക്കാണ്. ശരിക്കും വലിയൊരു കാര്യമാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ സിനിമ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അതിനുള്ള ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ലിസ്റ്റിനും ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോഴാണ് അരുൺ വർമ്മയെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പടം ഞാൻ കണ്ടു, വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു. പിന്നെ സഞ്ജയ്
ഇവർ രണ്ടുപേരും സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പൂപ്പനും അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമാ രംഗത്തുള്ളവരാണ്. അപ്പൂപ്പൻ എൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു. ഞാൻ സ്വാമി സ്റ്റാർട്ട് ചേർന്നു ജോസ് പ്രകാശ് സാറുമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളുമാണ്. 81 ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ച ആളാണ്. അപ്പം കറിയാച്ചനാണെങ്കിൽ ഞങ്ങളോട് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ബോബി സഞ്ജയ് രണ്ടുപേരും പരമ്പരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കളാണ്. പോരാത്തതിന് എനിക്ക് നിവിൻ പോളി അദ്ദേഹം വന്നിട്ടില്ല. ലിജോ മോളുടെ പടം ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പൊന്മാൻ എന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിരിക്കുന്നു. യുവ താരനിരയിൽ ഒരു ഉദിച്ചുയരുന്ന താരമാണ് നമ്മുടെ ഷമിയുടെ മകൻ. അവനും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ ബി രാകേഷ് സാറിനെ അതിർപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.